Hi friends, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്രഡീഷണൽ ഐറ്റം ആണ്. വട്ടയപ്പം ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ നമ്മളിന്ന് വട്ടയപ്പം ഉണ്ടാക്കാൻ പോവാം. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് പച്ചരി, അത് കഴുകി കുതിർത്ത് വെച്ചേക്കണത്. പിന്നെ വേണ്ടത് 1 കപ്പ് അവല്. ഈ അവല് സ്വല്പം ഈ ഉപ്പ് ചേർത്തിട്ട് 3/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തതാണ്. ഉപ്പ് ചേർക്കുന്നത് അതിൻ്റെ ഈ വെള്ളം ചോവ് മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പ് ചേർക്കണേ. പിന്നെ വേണ്ടത് 3/4 കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ 12 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുത്തോ. 1/2 കപ്പ് തേങ്ങ. ഈ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിലുള്ള കറുത്ത ഭാഗം എടുക്കരുത്. വട്ടയപ്പത്തിൻ്റെ ഭംഗി കുറഞ്ഞു പോകും. ഈ തേങ്ങ ഉടച്ചതിൻ്റെ ആ വെള്ളമാണിത്. കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്നല്ല, എനിക്ക് ഇത്രേ കിട്ടുകയുള്ളൂ, ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് കിസ്മിസ്, അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ ഏലക്ക, ഒരു 3-4, ഇത്രയും മതി സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. എൻ്റെ മിക്സിയുടെ ജാറാണിത്. നമുക്ക് എല്ലാം ഫുള്ളായിട്ട് ഒറ്റയടിക്ക് നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യാൻ പോണത് എല്ലാം ഹാഫ് വെച്ച് ഇട്ടിട്ട് അരയ്ക്കാൻ പോവാണ്. ആവശ്യത്തിന് വെള്ളം, തേങ്ങാവെള്ളം ഓൾറെഡി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്ക് വെക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഇതിൽ ഇരിക്കുന്നത് ഫുള്ള് കിട്ടാനായിട്ട് നിങ്ങൾ വെള്ളമൊഴിച്ച് എടുക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിയിട്ട് വെള്ളം ചോദിക്കും. 6 to 8 hours ഇത് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്കിനി ഇത് പൊങ്ങിയതിന് ശേഷം തണുത്ത് വയ്ക്കാം. നമ്മൾ ഇന്നലെ രാത്രി എടുത്തു വെച്ച മാവ് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പാത്രമൊക്കെ മാറ്റി, ഇനി പൊങ്ങി നിറഞ്ഞ് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. അപ്പോൾ അങ്ങനെ കറുത്ത് കിടക്കില്ല. എന്നിട്ട് നമ്മളത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഈ തവി വെച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇങ്ങനത്തെ 3 പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ്. ഇതിനകത്തേക്ക് നമുക്കിത് ഒഴിക്കാം. ഏകദേശം 1/2 പാത്രം ഒഴിച്ചാൽ മതി, ഹാഫ് പാത്രം. നമ്മളിത് ഇങ്ങനത്തെ 2 സ്റ്റീമർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിത് വെക്കാൻ പോവാണ്. ഒരു 20 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വട്ടയപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത അളവ് കൊണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയപ്പോൾ 3 എണ്ണം കിട്ടി. 2 ചെറുതും 1 വലുതും. ഓക്കെ, ഇനി നമ്മൾക്കിത് മുറിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോകണം. കഴിക്കൂ, ടേസ്റ്റ് ചെയ്യൂ. നല്ല മൃദുലമായ വട്ടയപ്പം. പണ്ടൊക്കെ ഇതൊക്കെ കഴിക്കണ എപ്പോഴാണെന്നറിയോ? അറിയില്ല. പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി ക്രിസ്മസിന്റെ കുർബാനയൊക്കെ കൂടി വന്ന് 25 ദിവസം നോയമ്പെടുത്തിട്ടേ വരുന്നത്. അത് കഴിയുമ്പോൾ അമ്മ ഒരു പാത്രത്തിലെ കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, പോത്തുകറി ഉണ്ടാകും. ഇങ്ങനെ ഒരു കയ്യിൽ വട്ടയപ്പവും പിന്നെ ഒരു കയ്യിൽ കോഴിയുടെ ഒരു കഷ്ണം പിടിച്ചിട്ട് ഇങ്ങനെയും കടിക്കും, പിന്നെ കടിക്കും. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഓടി വരും കേട്ടോ. Till then, bye.